السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت الحليم الحكيم. വളരെ സന്തോഷത്തോടു കൂടി ഈ വർഷവും ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുന്ന റമദാൻ പ്രഭാഷണ വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാധിച്ചിരിക്കുകയാണ്. ഖുർആൻ സ്റ്റഡി സെന്റർ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഖുർആൻ പഠന സെല്ലായിക്കൊണ്ട് ഇന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ മാറിയിരിക്കുകയാണ്. ഖുർആൻ നമുക്കെല്ലാം തന്നെ ഒരു വഴികാട്ടിയാണ്. നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹമായ ഒരു മുസ്ലിം ആയി ജനിക്കുക എന്നതുള്ള ഒരു ഭാഗ്യം, അതിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി ജനിക്കുക എന്നുള്ളൊരു ഭാഗ്യം, അത് ഖുർആന്റെ അനുയായികളായി നമുക്ക് ജനിക്കാൻ കഴിഞ്ഞതാണ്. ഖുർആനെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയും തുറന്നു കാണിച്ചപ്പോൾ അവർ അറിയാതെ അവരുടെ മനസ്സ് മാറിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ ഒരു രീതി അത് നമ്മളിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. കാരണം നമുക്ക് ഖുർആനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. മുസ്ലിങ്ങളായ നമ്മൾ ഖുർആനെ മനസ്സിലാക്കുന്നതിന് വളരെ പിന്നോട്ട് പോയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു ചിന്തയും നമുക്ക് വന്നിട്ടില്ല എന്നാണ്. ആ ഒരു രംഗത്ത് നിന്ന് നമ്മളിന്ന് മാറിക്കൊണ്ട് ഇന്ന് നമ്മുടെ സാധാരണ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ സംഘാടകരായ ഒരുപാട് സുഹൃത്തുക്കൾ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ ഖുർആനെ നിലനിർത്തുന്നതിന് വേണ്ടി, ഇഖാമത്ത് ദീനിനു വേണ്ടി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ പോരാടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും നേതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടെ പോലെ നാളെ ജന്നാത്തുൽ നഈമിലും അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഈ നോമ്പിനെ അള്ളാഹു തൃപ്തിപ്പെട്ട അടിമകളാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. 12 മാസങ്ങളെ കൂട്ടത്തിൽ വെച്ച് പ്രധാനപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാന്റെ ശ്രേഷ്ഠത വളരെയധികം നിങ്ങൾ മുമ്പ് തന്നെ പല മഹല്ലുകളിൽ നിന്നും നമ്മുടെ ഉസ്താദന്മാർ റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ഉപദേശിച്ച് കേട്ട് അറിവുള്ളവരായിരിക്കും. പക്ഷേ മുസ്ലിം സമുദായത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കാൻ ഇറക്കിത്തന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആന് ഇറക്കപ്പെടുന്ന കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായി. ഒരു ഓത്തുപള്ളിയിലോ എഴുത്തുപള്ളിയിലോ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദിന്റെ അടുത്തോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 40 വയസ്സിന്റെ ഇടയിൽ പോയിട്ടില്ല. ആ കാലത്ത് എഴുത്തും വായനയും അറിയുന്ന ആളുകൾ അറബികളുണ്ട്, നസാറാക്കളുണ്ട്, യഹൂദന്മാരുണ്ട്, മജൂസികളുണ്ട്. അവരെ ആരെയും അടുക്കലേക്ക് എഴുത്തും വായനയും പഠിക്കാൻ പോയിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട നബിയെ സംബന്ധിച്ച് എല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ പറയുന്നത് ഉമ്മിയായ നബി എന്ന്. ഉമ്മിയായ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത് അറിയില്ല, എഴുതിയത് നോക്കി വായിക്കാൻ അറിയില്ല.
ഇതാണ് ഉമ്മിയായ നബി എന്ന് ചെറുപ്പകാലം മുതൽക്കേ നമ്മൾ മദ്രസയുടെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചു പോരുന്നുണ്ട്. ഇത് പരിശുദ്ധ റമദാനാണ്. റമദാന്റെ ഓരോ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കയറ്റം കൊടുക്കുന്ന ആ മഹന്മാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ അധികവും രോഗികളാണ്, മുൻകാലത്തെ മാതിരിയല്ല. ഈ രോഗത്തിന് സമാധാനം, അതിന് പരിഹാരമാർഗം ലാഹിറിൽ നമ്മൾ പല ചികിത്സകളും ചെയ്യുന്നുണ്ടെങ്കിലും അർഹമുറാഹിമീനായ തമ്പുരാനെ, ഈ പരിശുദ്ധ റമദാന്റെ ബഹുമാനം കൊണ്ടിട്ട് ഞങ്ങളെയും ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്തെടുക്കുന്ന ആളുകൾക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും ആസ്പത്രികളിലും മറ്റൊക്കെ വട്ടം തിരിയുന്നതായിരിക്കുന്ന ഘടകങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഗുരുതുല്യരെ, ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖുർആൻ ലേണിംഗ് സെന്റർ എത്ര പ്രഗത്ഭമായാണ് മാനവരാശിക്ക് കിട്ടിയ ഈ വരദാനത്തിന്റെ സന്ദേശം കേരളമൊട്ടാകെ പടർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മാനവരാശിക്ക്, ഭൂലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി അവതരിച്ച ദൈവത്തിന്റെ പൊരുളാണ്. ഈ പൊരുളിനോട് ഒട്ടിനിന്നുകൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭൂലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന കാര്യം ഇന്ന് പുതിയ പുതിയ പഠനങ്ങളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവരാശിയുടെ മുഴുവൻ വിമോചനത്തിനായി വലിയ ഒരു പ്രവാചക പരമ്പരയുടെ ഭാഗമായിട്ട് അവസാനത്തെ പ്രവാചകനിലൂടെ വന്നതാണ്. പ്രവാചകന്റെ മുമ്പ് തന്നെ വ്യത്യസ്തരായിട്ടുള്ള പ്രവാചകനിലൂടെ പ്രബോധനം ചെയ്യപ്പെട്ടതാണ് ഇസ്ലാം എന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരൊറ്റ മതമേ ഉള്ളൂ. ആ ഒരൊറ്റ മതം വ്യത്യസ്ത പ്രവാചകരിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പണ്ട് എഴുത്തും വായനയും ഒന്നും വരുന്നതിന് മുമ്പെയുള്ള ആ സന്ദേശത്തിൽ കലർപ്പ് വന്നതുകൊണ്ടാണ് അവസാന പ്രവാചകനിൽ കൂടെ വിശുദ്ധ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ കൂടെ ഈ പ്രബോധനങ്ങളെല്ലാം വന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. ഇന്ന് ലോകം വളരെ കിരാതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നന്മയുടെ കണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യരെ പിശാചുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ കീഴിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക നിലപാടുകൾക്കനുസരിച്ച്, യുദ്ധനിലപാടുകൾക്കനുസരിച്ച് ലോകം തുള്ളണം എന്നൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭാരതത്തിനു കൂടി ആണവക്കരാർ എന്ന പേരിൽ ഒരു അടിമത്ത വ്യവസ്ഥയിലേക്ക് ഒപ്പുവെച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. വെറും പദാർത്ഥവാദപരമായിട്ടുള്ളൊരു ലോകത്തിൽ കൂടെ ആത്മീയതയ്ക്കും ആധ്യാത്മികതയ്ക്കും മൂല്യങ്ങൾക്കും യാതൊരു പ്രാധാന്യവുമില്ലാത്ത ആർത്തിയുടെയും ഭോഗത്തിന്റെയും കാമകേളികളുടേതുമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക്, വെറും ഭൗതികമായ ഒരു ലോകത്ത് മാത്രമാണ് സത്യം എന്ന ഒരു മിഥ്യയിലേക്കാണ് ഇന്നത്തെ സംസ്കാരം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ദൈവസമർപ്പണത്തിനും നന്മയോടുള്ള സമർപ്പണം, ഇനിയും ചില കഥകൾ കൂടി എനിക്ക് പറയാനുള്ള പ്രചോദനം. ഈ സമയത്ത് വലിയ പ്രശസ്തമായിട്ടുള്ള പ്രഭാഷണം ഇവിടെ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സമയം ഞാൻ അപഹരിച്ചെടുക്കുന്നില്ല. നമ്മുടെ ആദർശാത്മകത, മൂല്യബോധം, ഇതെല്ലാമാണ് നാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നോൽമ്പ് നോൽക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം തന്നെ നമ്മുടെ മൂല്യബോധത്തിനും ആദർശാത്മകതയ്ക്കും ദൈവത്തിനോടുള്ള സമർപ്പണത്തിനും മാനവരാശിയോടുള്ള സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കണം. അത് പ്രാധാന്യം കൊടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആശംസാ വാചകങ്ങൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد شر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ നേതാക്കളെ, ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ദീനിന്റെ സഹായികളായ യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, നാം എല്ലാം ഒരുമിച്ചുകൂടിയ ഈ പ്രവർത്തനം അല്ലാഹു സാലിഹായ അമലായി കബൂലാക്കട്ടെ. ഖബർ ജീവിതം, രക്ഷയും ശിക്ഷയും എന്നതാണ് വിഷയം. ഇത് വളരെ ഗൗരവത്തിൽ നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. പറഞ്ഞാൽ തീരുമോന്ന് പോലും എനിക്കറിയില്ല, എങ്കിലും പരമാവധി കാര്യങ്ങൾ പറയാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമായ ഒരു സംഗതിയാണ്. അതിവിടെ നമ്മൾ പോവുകയാണ്. അത് വല്ലാത്ത ഒരു വേദനയുള്ള ഒരു ഗണങ്ങമാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതിനു മുമ്പുള്ള ഒരവസ്ഥയെ നമ്മൾ അറിയില്ല. നമ്മളെ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് നമുക്കത് ഓർമ്മയില്ല, നമുക്കറിയില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവാം. ഈ ഓർമ്മ നമ്മളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യും. അതാണ് ആ പോക്ക്. ഇപ്പൊ ഇതിനു മുമ്പ് നമുക്ക് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആലമുൽ അർവാഹിൽ നമ്മൾ ജീവിച്ചിരുന്നു, ഓർമ്മയില്ല. പിന്നെ നമ്മൾ ഉമ്മാന്റെ ഉദരത്തിൽ ജീവിച്ചിരുന്നു, ഓർമ്മയില്ല. എന്നാൽ ഈ ജീവിതത്തെക്കുറിച്ച് എന്നുമെന്നും നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നും നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതിങ്ങനെ തങ്ങി നിൽക്കും. ഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. നരകത്തിൽ കിടക്കുമ്പോൾ മനുഷ്യർ പറയും എന്നാണ്, നീ ഞങ്ങൾക്ക് ആയുസ് നൽകിയപ്പോൾ ചെയ്യാൻ വിട്ടുപോയ കാര്യം ഇനി ഒരിക്കൽ ആയുസ് നൽകിയാൽ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ആയുസിനെ പറ്റി ഓർമ്മയുണ്ട്. ആ ആയുസ്സിൽ ചെയ്തതിനെ കുറിച്ച് ഓർമ്മയുണ്ട്. കിതാബ് ലഭിക്കുമ്പോൾ പറയും, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇന്ന് നല്ലവരും പറയും, നല്ലവർക്കും ബോധമുണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. ഫയഖൂലു ഹാഉം ഇഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. കിതാബ് ലഭിക്കുമ്പോൾ നല്ല മനുഷ്യർ പറയും, എന്ത് പറയും? ഓടി വരൂ, ഓടി വരൂ, എന്റെ കിതാബൊന്ന് നോക്കൂ. അല്ലാഹു ഇത് പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്റെ കിതാബ് എല്ലാവരും വായിക്കുവീൻ, എന്റെ കിതാബ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുവീൻ എന്ന് വളരെ കൗതുകത്തോടെ നല്ല മനുഷ്യർ കിതാബ് കിട്ടിയവർ പറയും. എന്നിട്ട് ആ മനുഷ്യന് ന്യായം പറയും, എനിക്ക് ഇങ്ങനെ ഒരു കിതാബ് കിട്ടാനുള്ള കാരണം ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു കിതാബ് കിട്ടും എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ചെയ്യട്ടെ.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന്. നല്ലവരോടും മോശപ്പെട്ടവരും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാക ഫബസറുക അൽയൗമ ഹദീദ്. അടിച്ചു തൊളിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾ പറയും, നേരത്തെയുള്ള ജീവിതത്തിൽ നീ ഈ ജീവിതത്തെ മറന്നിരുന്നല്ലോ എന്ന് പറയും. എന്നാൽ ആ ജീവിതത്തിൽ ഈ ജീവിതത്തെ മറക്കൂല. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബഥു ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ. ഒരു പ്രധാന പ്രഭാതമോ പ്രദോഷമോ ഒരു ഉത്തരാഹനമോ ഒരു പ്രദോഷമോ താൻ ഇവിടെ ജീവിച്ചോ എന്ന ഒരു ബോധം അവനുണ്ടാകും. ജീവിച്ചിട്ടുണ്ട് ബോധമുണ്ടാവും. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ജീവിതമാണ് ഈ ജീവിതം. ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ പിരിഞ്ഞു പോകും. വല്ലാത്തൊരു സംഗതിയാണ്. നിങ്ങൾ ചിന്തിക്കുക, എത്ര വിശാലമായ പന്തലിന്റെ ചുവട്ടിലായിരിക്കുന്നത്. ഇവിടെ മറക്കണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. ഇവിടെയും തുറന്നിടണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. പിന്നെ അവർ പറഞ്ഞു ഇവിടെ മറച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാസറ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ മറപ്പിച്ചത്. എന്തുകൊണ്ട് സ്വാതന്ത്ര്യം ഈ ഒരു നാട പോലെയുള്ള ഈ ഒരു തുണി പോലും എന്നെ വിഷമിപ്പിക്കുന്നു. ഈ ഒരു തുണി എന്നെ വിഷമിപ്പിക്കും. ഇതും വേണ്ടായിരുന്നു. വെളിച്ചം, ഇങ്ങെത്ര വെളിച്ചം നോക്കൂ നിങ്ങൾ. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യനാലോചിക്കണം. അവന്റെ മുകളിൽ കല്ല് വരുന്നു, മണ്ണ് വരുന്നു. അവൻ 6 അടി മണ്ണിലേക്ക്, 6 അടി എന്ന് ധരിക്കപ്പെടുന്ന മണ്ണിലേക്ക് ചിലപ്പോൾ 6 അടിയുമില്ല. 6 അടി എന്നാണ് പറയാ, പക്ഷേ ഇന്ന് 6 അടിയൊന്നും ആവുന്നില്ല. അങ്ങനെയാണ് അവിടെ അവനെ കൊണ്ടുപോയി കിടത്തുക. ഖബറന്നു കേട്ടാൽ തൽക്ഷണം നെത്തേണ്ടതാ, കണ്ടാലുടൻ വാവിത്തുണി കരയേണ്ടതാ. ആര് പറഞ്ഞു? ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കവിയായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി. മൗഫിറത്ത് നൽകട്ടെ. എത്രയാ അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബറിൻ ബകാ. ഏതൊരു ഖബറിന്റെ കരയിൽ അരികിൽ നിന്നാലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരയുമായിരുന്നു. പൊട്ടി കരയും. ഖബർ കണ്ടു നിൽക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാന് കഴിയുമായിരുന്നില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരയും റളിയല്ലാഹു അൻഹു. അത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഹത്താ യബ്തല്ല ലിഹയതുഹു. അദ്ദേഹത്തിന്റെ താടി നനയുന്നത് വരെ പൊട്ടിക്കരയുമായിരുന്നു സയ്യിദന ഉസ്മാൻ. അപ്പോൾ സ്വഹാബികൾ ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, അൻഹാനീൻ അന്ന ഉസ്മാന ഇദാ വഖഫ അലാ ഖബറിൻ ബകാ ഹത്താ യബ്തല്ല ലിഹയതുഹു ഫഖീല ലഹു തുദക്കറുൽ ജന്ന. സ്വർഗ്ഗത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരുന്നു, വന്നാറു നരകത്തെ പറ്റിയും. വലാ തബ്കി, നിങ്ങൾ കരയുന്നില്ലല്ലോ, എന്നാൽ വാ തബ്കി മിൻ ഹാദാ. എല്ലാവരും ചിന്തിക്കണം. ഇന്നലെ വൈകുന്നേരം എന്റെ ഭാര്യയുടെ പിതാവ് ഇന്നലെ ഈ നേരത്തെ എന്ത് ആഹ്ലാദമുള്ള ഒരാളായിരിക്കും ആ മനുഷ്യൻ. ഇന്നോ കഴിഞ്ഞില്ലേ? മനുഷ്യരെ നമ്മൾ ചിന്തിക്കണം. നാളെ നമ്മളും അങ്ങനെ ആകുമെന്ന് ആലോചിക്കണം. അള്ളാഹു ഒരിക്കൽ പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കുക മനുഷ്യരെ, ഇത് ചിന്തിക്കണ്ടേ? ഖബറിന്റെ അരികിൽ വന്ന് നിന്ന് പൊട്ടിക്കരയുമായിരുന്നു സയ്യിദുന ഉസ്മാൻ. സ്വർഗത്തെ പറ്റി പറയും, നിങ്ങൾക്കറിയാറില്ലല്ലോ. വന്നാറോ നരകത്തെ പറ്റി പറയും, വലാ തബ്കി, അപ്പോഴും കരയാറില്ലല്ലോ. എന്നിട്ട് വതബ്കി മിൻ ഹാദാ, ഇതിനെപ്പറ്റി കേട്ടാൽ നിങ്ങൾ പൊട്ടിക്കരയും. എന്താണ് ഉസ്മാനെ എന്ന് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി പറയുന്നു, സയ്യിദുന ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാതിരുനിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു, എന്താണെപ്പോഴും ഇരു കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദി വിറ കൊണ്ട്. നരകത്തെ ഓർത്താൽ പോലും ഇല്ലിത് നിങ്ങളിൽ, അതിലുപരിയാണ് ഖബറു കണ്ടാൽ തങ്ങളിൽ.
നരകത്തെ ഓർത്താൽ പോലുമില്ലത് തങ്ങളിൽ, അതിലുപരിയാണ് ഖബറു കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വന്നഷ്ടമാ. അതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ, ഇഹയായിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ. എന്തൊരു വാക്കാണ്. സയ്യിദുനാ ഉസ്മാൻ, വളരെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാനോട് പറയപ്പെട്ടു, എന്തേ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. പരലോകത്തിന്റെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. അതിനാലാ രക്ഷപ്പെട്ടാൽ അതിന്റെ ശേഷമുള്ളതൊക്കെ നിസ്സാരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വന്നഷ്ടമാ. അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അതൊരു ലോകത്തിന്റെ തുടക്കം, ഒരു സംഗതിയിലേക്ക് നമ്മളെ അങ്ങോട്ട് കയറ്റുക. മുഅ്മിനെ അതുകൊണ്ട് വളരെ ആലോചിക്കണം. നമ്മുടെ വർത്തമാന ജീവിതത്തിൽ പോലും ഖബറിന്റെ അരികിൽ സ്വന്തം ഖബർ കുഴിച്ചു വെച്ചിട്ട് അതിന്റെ അരികിൽ ഇരുന്ന് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്തിന്റെ അങ്ങനെ ഉണ്ടായിരുന്നു ചില സൂഫികൾ. ഇപ്പോൾ ഇവിടെ രാമനുണ്ണി പറഞ്ഞില്ലേ, സത്യത്തിൽ ഒരു ഹിന്ദുവായ മനുഷ്യനാണെങ്കിലും ആ പറഞ്ഞത് സത്യത്തിൽ നമ്മുടെ എസൻസ് ആണല്ലോ ആ പറഞ്ഞത്. ആ മനുഷ്യൻ നമ്മിൽ നിന്ന് കിട്ടിയ കടാണ് ആ പറഞ്ഞത്. നമ്മിൽ നിന്ന് കടം കൊണ്ട് പറഞ്ഞതാണ് അത് മുഴുവനും. ഭോഗത്തിന്റെയും കേവലമുള്ള ഭൗതികതയുടെയും പിന്നിലോടുന്ന മനുഷ്യൻ ആത്മാവിനെ കുറിച്ച് അവൻ ചിന്തിക്കണേയില്ല. സത്യത്തിൽ എത്ര ഭയാനകമാണ് അവന് വരാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ആലോചിക്കണം. ഉസ്മാന കാലത്ത്, ഈ ഹദീസ് ആദ്യം പറഞ്ഞ ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാന കാല നബിയു, കേട്ടോ കേട്ടോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാണ്, മാ റഅയ്തു മൻളറൻ ഇല്ലാൽ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാര്യം എനിക്കറിഞ്ഞുകൂടാ എന്ന് റസൂലുള്ള പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തുർമുദിന്റെ ഹദീസ്, സുനൻ രേഖപ്പെടുത്തി തുർമുദിന്റെ ഹദീസ്. പഠിച്ചവനെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പഠിച്ചവന് വളരെ ഗൗരവമായി ചിന്തിക്കും. മാ ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ റഅയ്തു മൻളറൻ ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഞാൻ ഒരു മൻളറും കണ്ടിട്ടില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല, ഖബറിനേക്കാൾ ഭയാനകമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഖാല റസൂലുള്ളാഹി. അന അബ്ദുല്ലാഹ് ഇബ്നു ഉമറ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂൽ പറഞ്ഞു, ഹാദല്ലദീ തഹറക അർശുർ റഹ്മാൻ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. ആ ജനാസയിൽ പങ്കെടുത്തു ഹബീബായ റസൂലുള്ളാഹി. കാലിന്റെ തള്ളവിരൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്നെ ഇസ്തഹമത്തിൽ മലായിക, മലക്കുകൾ എന്നെ തിരക്കി, അതുകൊണ്ടാണ് ഞാൻ തള്ളവിരൽ നടന്നത് എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ് സഅദ് എന്നറിയാവോ? നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, തഹറക ലഹു അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ഹാദല്ലദീ തഹറക ലഹു അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അർശ് പോലും ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി വിറച്ചുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും പറഞ്ഞില്ലേ, റമദാനായാൽ ആകാശത്തിന്റെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, അൻസാരിയാണ്, വലിയ മഹാനാണ്, വളരെ പ്രധാനിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരുന്നു. വശഹിദഹു 70,000 മിനൽ മലായിക.
മലക്കുകളിൽ 70,000 മലക്കുകൾ ബഹുമാനപ്പെട്ടവരുടെ ജനാസയിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്രയും വലിയ മഹാനാണ് ആര്. എന്നിട്ടും ലമ്മതൻ ഒരു പിടുത്തം ഖബർ പിടിച്ചു. സുമ്മ ഫുരിജ അൻഹു പിന്നെയാണ് വിട്ടത്. ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. അതാണ് അവസ്ഥ. ആര് പറഞ്ഞു? ഈ ഹദീസ് ഇമാം നസായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖബർ പിന്നീട് സന്തോഷിക്കുമെന്ന് ഹദീസ് വരുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ ആരെയുമുണ്ട്. ഞാൻ എന്റെ ഹബീബായ നബി പറഞ്ഞല്ലോ, യഹ്ഫളുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും, ഇതിനെ പേടിച്ചോളൂ, ഇത് നിങ്ങളുടെ ഉമ്മയാണ്, ഇതിനെ പേടിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി പറഞ്ഞു, ഇതിനെ നിങ്ങൾ വല്ലാതെ പേടിക്കണം എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നമ്മൾ ചിന്തിക്കണം. എന്നാ അതിന്റെ ഒരു പിടുത്തം, ആദ്യം ഒരു പിടുത്തം പിടിച്ചു, പിന്നെ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞു ഹബീബായ നബി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, വളരെ ചിന്തിക്കണം. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാന യുഅല്ലിമുഹും ഹാദ ദുആ, ഈ ദുആ മുസ്തഫ നബി പഠിപ്പിച്ചിരുന്നു. കമാ യുഅല്ലിമുഹും സൂറത മിനൽ ഖുർആൻ, ഖുർആന്റെ സൂറത്ത് പഠിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയും താല്പര്യത്തോടെയും ഈ ദുആ ഹബീബായ നബി പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ വഹിയ മഹ്യാ വൽ മമാത് വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദജ്ജാൽ. അഥവാ ഇന്ന് നമ്മൾ അത്തഹിയാത്തിന്റെ അവസാനം വരുന്ന ദുആ വല്ലാത്ത ദുആ, ഭയങ്കര ദുആ. ഹബീബായ റസൂലുള്ളാഹ് ഇന്നി അഊദു സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ഇതിനെപ്പോലും കളിയാക്കിയ മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു ശരിയാണ്. ഇതുണ്ടായിട്ടുണ്ട്. ഈ കോഴിക്കോട് ഖുർആൻ പരിഭാഷയിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഖബർ ശിക്ഷയെക്കുറിച്ച് ലോകപ്പ് മർദ്ദനം അതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അയാളുണ്ടായിരുന്നു, മരിച്ചുപോയി. പരിഭാഷയിലെ ഖുർആൻ പരിഭാഷയിലെ ഒരാളുണ്ടായി. പറയണോ? അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെയായിരുന്നു സി എൻ അഹമ്മദ് മൗലവിയുടെ വാദം. അങ്ങനെയായിരുന്നു. എന്താ വളരെ ചിന്തിക്കണം. ഇവിടെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് വിലപ്പെട്ട വാക്കാണ്. നമ്മുടെ കയറ് പൊട്ടണ്ട, കയറ് പൊട്ടിയാൽ പിന്നെ ലൈനാണ് തെറ്റിപ്പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കിവിടെ ഉലമാവ് വന്ന ഒരു രീതിയുണ്ട്, തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ അന്ന് ആലിമീങ്ങൾ എതിർത്തിരുന്നു. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി വകാന യുഅല്ലിമുഹുമുൽ അഹാദ ദുആ കമാ യുഅല്ലിമുഹുമുസ് സൂറത മിനൽ ഖുർആൻ. ഖുർആനിലുള്ള സൂറത്ത് പഠിപ്പിക്കുന്ന ആ ഒരു താല്പര്യത്തോടെ ഖബർ ശിക്ഷയെക്കുറിച്ച് കാവൽ ചോദിക്കുന്ന ദുആ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നു എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി എന്ന് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ദുആ ഞാൻ വിശദീകരിക്കുന്നില്ല. നോക്കൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഹബീബായ റസൂലുള്ളാഹി പറയാൻ അബീ ഹുറൈറ ഇദാ ഉഖ്ബിറൽ മയ്യിത്ത്, ഒരാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അത് ഇപ്പോൾ തന്നെ ആവാലോ. നിങ്ങൾ ചിന്തിക്കുക, അത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായി കൂടെ നമ്മളെ കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ചെയ്യാലോ. റബ്ബേ അല്ലാഹു കാക്കട്ടെ. ഈ ഒരു സാധനം ഇവിടെ ഈ വാങ്ങിയ കമ്പനി ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അവർക്കിതിന് 5 കൊല്ലമോ 10 കൊല്ലമോ ഗ്യാരണ്ടി ഉണ്ടാവും. ഇതിനെവിടെ ഇത് നാശമായാൽ പകരം അവർ നന്നാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർ മാറ്റിക്കൊടുക്കും. ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യം, ഇത് പറയുന്ന മനുഷ്യന്റെ കാര്യം, നമ്മൾ എത്ര ഗൗരവമായി മനുഷ്യരെ ചിന്തിക്കണം. ഈ പറയുന്ന മനുഷ്യന്റെ കാര്യം എന്താ? ഇന്ന് വൈകുന്നേരം കിടക്കുമെന്ന് ആര് കണ്ടു? തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദീരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജീരി. സർദാരി പ്രസിഡന്റായി എന്ന വാർത്ത എന്റെ മുന്നിൽ പല്ലിളിച്ചു നിന്നു ഇന്നലെ. സർദാരി പാകിസ്ഥാൻ പ്രസിഡന്റ് ആകുമെന്നത് ആരെങ്കിലും ചിന്തിച്ചിരുന്നു? എന്നാൽ ആസിഫ് അലി സർദാരി പ്രസിഡന്റായി. എങ്ങനെ ആസിഫ് അലി സർദാരി പ്രസിഡന്റ് ആയിരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി?
ആസിഫ് അലി പോയിട്ട് നവാസ് പോലും ഒന്നുമാവാത്ത രൂപത്തിൽ ചരിത്രം ഒരു പുതിയ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരികയായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ ഈ പെണ്ണിന്റെ കയ്യിൽ അമരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഈ കൊല്ലം ഈ ജനുവരിയിൽ അല്ലേ ഈ ജനുവരി നിങ്ങൾ ചിന്തിക്കേ, 10 ദിവസം കൊണ്ട് പാകിസ്ഥാൻ ആ പെണ്ണിന്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ദി ബ്യൂട്ടി ഓഫ് ഈസ്റ്റ് എന്നാ പറഞ്ഞിരുന്നത്, കിഴക്കിന്റെ സുന്ദരി എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ചാൾസ് ഡയാനയ്ക്ക് ശേഷം ഇത്രയേറെ പത്രക്കാർ സൗന്ദര്യവും എടുത്തു പറഞ്ഞ ഒരാൾ ആഗോളതലത്തിൽ പിന്നീട് അതിനിടയിൽ പത്രക്കാർ എടുത്തു പറഞ്ഞ ഒരാൾ ഈ ഭൂമിയിൽ ആ ഒരു സീസണിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ്. ആ പെണ്ണിന്റെ പിറകെ പായിരുന്നു എല്ലാവരും. നിങ്ങൾ ചിന്തിക്കുക, എന്തായി അവസ്ഥ? റാവൽപിണ്ടിയിലെ അവസാനത്തെ സമ്മേളനത്തിലേക്ക് കയറി 6:45 മഗ്‌രിബ് നിസ്കരിച്ചോ ആവോ? മഗ്‌രിബ് നിസ്കരിച്ചാവോ വളരെ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. കാരണം 5-8 ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ നിങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. രാജ്യം 5-8 ദിവസം കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു കരുണാഭാരതിയാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 5-8 ദിവസം കൊണ്ട് രാജ്യം മുഴുവനും ഓടിയെത്തേണ്ടതായിരുന്നു. ഓടുക തന്നെയായിരുന്നു ഒരു ഓട്ടം. ഒന്ന് മാത്രമല്ല അതിനേൽപ്പിക്കപ്പെട്ട സെക്രട്ടറിമാരും മറ്റു അംഗങ്ങളുമൊക്കെ പാർട്ടിയുടെ മറ്റ് പ്രധാനികളുമൊക്കെ പെട്ടെന്ന് പറയുന്നുണ്ടാകും. ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ അടുത്ത സമ്മേളനത്തിൽ പ്രസംഗം മറ്റുള്ളവർ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓടുകയായിരിക്കും. 6:45 ഇരുട്ട് പരന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇരുട്ട് പരക്കുന്ന നേരം ഞാൻ ബേനസീറിന്റെ മരണം കേട്ടപ്പോൾ ഉടനെ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ കവിതയാണ്. എനിക്ക് തോന്നുക ബേനസീറിന് വേണ്ടി നേരെ കവി പറഞ്ഞതാണോ? രാത്രിയുടെ ഇരുട്ട് മുറ്റിത്തുടങ്ങിയല്ലോ, നാളെ പ്രഭാതത്തിലേക്ക് നീ ബാക്കിയുണ്ടാകുമോ എന്ന് ചിന്തിക്ക്. തുഅമ്മിലു എന്ന് പറഞ്ഞാല് കേവലം അത് സംബോധനക്രിയയിലും ആക്കാം. ഇനി വേണമെങ്കിൽ അതിനെ സ്ത്രീലിംഗ ക്രിയയിലും കൊണ്ടുവരാം. തുഅമ്മിലു ഫിദ്ദുനിയ, കൊതിച്ചോടുകയല്ലേ മനുഷ്യ നീ എന്നാണ്. ഇനി ഇങ്ങനെയും പറയാം തുഅമ്മിലു ഫിദ്ദുനിയ, ദുന്യാവിൽ കൊതിച്ചു പായുകയാണവൾ, അവൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. തുഅമ്മിലു ഫിദ്ദുനിയ ത്വീലൻ വലാ തദീരി, അവൾ അറിയുന്നില്ലല്ലോ ഇദാ ജന്നലൈലുൻ ഹൽ തഈശു ഇലൽ ഫജീരി. ആ രാത്രിയുടെ ഇരൾ ഇങ്ങനെ മുറ്റി വരികയാണ്. ആ രാത്രി കഴിഞ്ഞാൽ അടുത്ത പ്രഭാതത്തിൽ അവൾ ജീവനോടുകൂടെ ഉണ്ടാകുമോ എന്ന്. ആ സമ്മേളനത്തിലേക്ക് ആ സ്ത്രീ കയറിയപ്പോൾ അവസാനമായി തന്റെ ചുണ്ട് മിനുക്കുന്ന ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നു. ലിപ്സ്റ്റിക് കൊണ്ട് തന്റെ മനോഹരമായ ചുണ്ടുകൾ മനോഹരമാക്കുന്ന കാഴ്ച വന്നിരുന്നു. എന്നാൽ വളരെ നിങ്ങൾ ചിന്തിക്കണം മുസ്ലിമീങ്ങളെ, എന്തായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചുണ്ടിന്റെ അവസ്ഥ? പ്രശ്നനെ അള്ളാഹു കാക്കട്ടെ. ഖബർ മറവ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ നീക്കിയിട്ട് ദേശം അവിടെ അങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കും. തിരിഞ്ഞിങ്ങനെ കിടക്കും നേരെ കഅബാലയത്തിലേക്ക്. ഒരുപക്ഷെ അതിന്റെ നേരത്തെയുള്ള നമസ്കാരം, ഈ മരണത്തിന്റെ വക്തിലുള്ള നമസ്കാരം ഈ മനുഷ്യൻ മറന്നിരിക്കാം. എന്നാൽ അവൻ തിരിയാൻ മറന്നിരുന്ന ഖിബിലയിലേക്ക് അവനെ തിരിച്ചു കിടത്തും. ആ ഖിബിലയിലേക്ക് തിരിച്ചു ഫവല്ലി വജ്ഹക ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചെടുക്കും. ഒരുപക്ഷെ ഈ വ്യക്തി ആ വഖത്ത് പോലും മറന്നിട്ടുണ്ടാവും. എന്നാൽ താൻ മറന്നിട്ടുള്ള കാര്യം ആ ഖിബലയിലേക്ക് അവനെ തിരിച്ചിങ്ങനെ കിടത്തിയിട്ട് ലേശം ഇതങ്ങനെ പൊട്ടിക്കും. മണ്ണിൽ 30 കൊല്ലം സൗദി ഭരിച്ച മനുഷ്യനെയും അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. ലോകം കണ്ട പണക്കാരിൽ 3-ാമത്തെ ആളായിരുന്നു ആ മനുഷ്യൻ.
ഫഹദ് ബിൻ അബ്ദുൽ അസീസ് എന്ന ലോക സൗദി ഭരിച്ചിട്ടുള്ള ആധുനിക സൗദിയുടെ ശില്പിയായ മനുഷ്യൻ, ആ മനുഷ്യനെയും അങ്ങനെയാണ് ഖബറിൽ വെച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കും. ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളെ അങ്ങനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മൂടുകളിൽ വെച്ചു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ആ മനുഷ്യനെ ഈ ഭൂമിയിലെ പ്രത്യക്ഷവുമായി നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കാം. വെച്ച് 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 കല്ല് വെച്ച് വല്ല് വെച്ച് അതങ്ങനെ തീർക്കാം. എന്നിട്ട് എന്തുണ്ടാകും? ഇതാ ഉഖ്ബിറൽ മയ്യിത്തു ഖാലൻ നബിയു, ഇതാ ഉഖ്ബിറൽ മയ്യിത്തു, ഒരാളെ മറവ് ചെയ്താൽ അതാഹു മലക്കാനി അസ്വദാനി അർസഖാനി, നീലക്കണ്ണുകളുള്ള അതിശക്തമായ കറുപ്പുള്ള 2 മലക്കുകൾ അവന്റെ അരികിൽ വരുമെന്ന് ഖാല റസൂലുള്ളാഹി, അവന്റെ അരികിൽ വരും. എന്നിട്ട് അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസികൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഹബീബായ റസൂലുള്ള പറയാ. ഉടനെ അവനോട് ചോദിക്കും, മാ തഖൂലു മർ റബ്ബുക വമാ തഖൂലു ഫീ ഹാദർ റജുലി, നിന്റെ റബ്ബാണ് ആരാണ് എന്ന് ചോദിക്കും. എന്ന് മാത്രമല്ല വമാ തഖൂലു ഫീ ഹാദർ റജുലി, അവനെ പിടിച്ചിരുത്തും. ശ്രദ്ധിക്കണം, അവനെ ഖബറിൽ വരും, എന്നിട്ട് പിടിച്ചിരുത്തും. എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ പ്രപഞ്ചത്തെ ഒരു തുള്ളി വെള്ളം ഞാൻ നിങ്ങളോട് മിനിഞ്ഞാട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം കിട്ടിയ ഗർഭപാത്രത്തെ 4-5 കിലോ തൂക്കമുള്ള കുട്ടിക്ക് വലുതാക്കിയത് നിങ്ങളത് ചിന്തിക്കണ്ട. അവനാണ് കഴിവുള്ളവൻ, അവനാണ് അധികാരി. മനുഷ്യരെ, ഇതൊന്നും നമ്മുടേതല്ല. അതുകൊണ്ട് അവനാണ് അധികാരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ ഇത്ര പോണ ഒരു ഖബറിൽ പിടിച്ചിരുത്തൽ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണ്ട. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു തുള്ളി വെള്ളം, അതിന്റെ തന്നെ ഒരു വളരെ ചെറിയ അണ്ഡാശയത്തിലെ വളരെ ചെറിയ ഒരു കീടവുമായി ഈ പുരുഷ ശുക്ലത്തിന്റെ വളരെ ചെറിയ ഒരു കീടം യോജിക്കുക, ബാക്കിയൊക്കെ വേസ്റ്റായി തട്ടിക്കളയും. അത് വളരെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബേസിക് സെല്ല് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരാൾക്ക് സൂക്ഷ്മദർശിനിയിലല്ലാതെ കാണാൻ സാധ്യമല്ല. അത്രയും ചെറിയ സെല്ലാണ് ആദ്യമായി അവിടെ നിക്ഷേപിക്കുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യും? അതിൽ നിന്നാണ് 4-5 കിലോ തൂക്കമുള്ള കുട്ടിയെ പുറത്തു തരുന്നത്. അങ്ങനെയുള്ള റബ്ബുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് കഴിയാത്ത കാര്യം എന്താ? ഖുതിലൽ ഇൻസാനു മാ കഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിനെ ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുക എന്നത് വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. പിടിച്ചിരുത്തും. എന്നിട്ടോ അവനോട് ചോദിക്കും, അമർ റബ്ബുക, നിന്റെ റബ്ബാരാണ്? പിന്നെയോ മാ തഖൂലു ഫീ ഹാദർ റജുലി, ഹബീബായ റസൂലുള്ളാഹി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെ ചോദിക്കാം. മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെപ്പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. ഈ ആളെപ്പറ്റി എന്ത് പറയുന്നു? ആരെ കാണിക്കും? ഹബീബായ മുഹമ്മദ് നബി, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സന്ദേശം കൊണ്ടുവന്ന മുഹമ്മദ് നബി. അപ്പോൾ ഫയഖൂലു, ഉടനെ അവൻ ഇതാക്കാന മുഅ്മിനൻ, അവൻ മുഅ്മിനാണെങ്കിൽ ഫയഖൂലു, അവൻ പറയും, ഹുവ അല്ലാഹു റബ്ബി ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ മനുഷ്യൻ അല്ലാഹു എന്റെ റബ്ബാണ്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ സയ്യിദുന ഉമർ, ശ്രദ്ധിക്കണം കേട്ടോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബ റസൂലുള്ളാഹി ഈ സംഭവം ചോദിക്കും. ഈ സംഭവം പറയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കും ഹബീബ നബിയോട്, ഇർജിഉ ഇലയ്യ അഖ്ലി യാ റസൂലല്ലാഹ്, എന്നെ ഖബറിൽ കിടത്തിയിട്ട് ഇവരെന്നെ അങ്ങനെ ചോദിക്കണ നേരത്ത് എന്റെ ബുദ്ധി എനിക്ക് അല്ലാഹു തആല മടക്കി തരുമോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാണ്. ആര്?